നമസ്കാരം. ഹൈബ്രിഡ് കഞ്ചാവുമായി സിനിമ മേക്കപ്പ് മാൻ കഴിഞ്ഞ ദിവസം പിടിയിലായ സംഭവം വലിയ വാർത്തയായി മാറിയിരുന്നു. RG വയനാടൻ എന്ന രഞ്ജിത്ത് ഗോപിനാഥനെയാണ് ഞായറാഴ്ച പുലർച്ചെ മൂലമറ്റം എക്സൈസ് ഇൻസ്പെക്ടർ K അഭിലാഷും സംഘവും പിടികൂടിയത്. ഇപ്പോഴിതാ മേക്കപ്പ് മാന്റെ അറസ്റ്റിൽ നിറയുന്നത് മലയാള സിനിമയ്ക്ക് കഞ്ചാവുമായുള്ള ബന്ധമാണ്. ആവേശത്തിലും രോമാഞ്ചത്തിലും പ്രവർത്തിച്ച RG വയനാടൻ പല നടീനടന്മാരുടെയും വിശ്വസ്തനാണെന്നാണ് പുറത്തുവരുന്ന വിവരം. രഞ്ജിത്ത് ഗോപിനാഥന്റെ അറസ്റ്റിൽ നിറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ ബോളിവുഡിലും ഹൈബ്രിഡ് കഞ്ചാവ് എത്തുന്നുണ്ട് എന്നതിന്റെ തെളിവാണ്. മലയാള സിനിമയിൽ മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമാകുന്നുവെന്ന ആരോപണങ്ങൾക്ക് ഭാരം കൂടിയതോടെ ഒടുവിൽ സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട ഒരാൾ കൂടി പോലീസ് പിടിയിലായിരിക്കുകയാണ്. RG വയനാടൻ എന്നറിയപ്പെടുന്ന പ്രമുഖ മേക്കപ്പ് മാൻ രഞ്ജിത്ത് ഗോപിനാഥാണ് ഹൈബ്രിഡ് കഞ്ചാവുമായി കഴിഞ്ഞ ദിവസം പിടിയിലായത്. ഈ അറസ്റ്റ് മലയാള സിനിമയെ വീണ്ടും പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്. ലഹരി ഉപയോഗം സിനിമാ സെറ്റുകളിൽ വ്യാപകമാണെന്ന നിരന്തര ആരോപണങ്ങൾക്ക് ശക്തമായ തെളിവാണ് ഈ അറസ്റ്റ് കണക്കാക്കുന്നത്. മലയാള സിനിമയിലെ നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള രഞ്ജിത്ത് ആവേശം, പൈങ്കിളി, സൂക്ഷ്മദർശിനി, രോമാഞ്ചം, ജാനേമൻ തുടങ്ങിയ സിനിമകളിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചിരുന്നു. ചില പ്രമുഖ താരങ്ങളുടെയും ലഹരി ആരോപണ നിഴലിൽ നിൽക്കുന്നവരുടെയും വിശ്വസ്തൻ എന്ന നിലയിൽ രഞ്ജിത്ത് സിനിമാ ലോകത്തുള്ളവർക്കിടയിൽ സുപരിചിതനായിരുന്നു. എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് പരിശോധനയുടെ ഭാഗമായി മൂലമറ്റം എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയിലാണ് 45 ഗ്രാം അതീവ വീര്യമേറിയ ഹൈബ്രിഡ് കഞ്ചാവുമായി പ്രതിയെ പിടികൂടിയത്. വാഗമൺ റോഡിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് കഞ്ചാവ് കണ്ടെത്തിയത്. വാഗമണിൽ നടക്കുന്ന അട്ടഹാസം സിനിമയിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോവുകയായിരുന്നു രഞ്ജിത്ത്. സിനിമാ സെറ്റ് കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗം നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അജിത് കുമാർ, പ്രിവന്റീവ് ഓഫീസർ രാജേഷ് VR, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അഷ്റഫ് അലി, ചാൾസ് എഡിൻ എന്നിവരും നടപടിയിൽ പങ്കെടുത്തു. രഞ്ജിത്തിന്റെ അറസ്റ്റിന് ശേഷവും സിനിമാ മേഖലയിലെ മറ്റു ചിലരിലേക്കും അന്വേഷണം വരുമെന്നാണ് കരുതുന്നത്. പ്രമുഖ താരങ്ങളടക്കം ചിലർ ഈ ഇടപാടുകളിൽ പങ്കുണ്ടോ എന്നും അന്വേഷിക്കും. മലയാള സിനിമയിലെ ചില പ്രമുഖർ നേരത്തെ തന്നെ ലഹരി ഉപയോഗത്തിലും പാർട്ടികളിലും പങ്കെടുത്തിരുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത് മാത്രമല്ലെന്നും സിനിമാ സെറ്റുകളിൽ ഇൻഡസ്ട്രിയിലും ആഴത്തിലുള്ള ലഹരി ബന്ധം നിലനിൽക്കുന്നുള്ളതായും പോലീസ് സ്ഥിരീകരിക്കുന്നു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.